ശരിക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനത്തെ ആ ഒരു സംഭാഷണം വീണ്ടും റീപ്ലേ ചെയ്തപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ലൈവിനകത്തിപ്പം നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആദിലയുടെയും നൂറയുടെയും മനംമാറ്റത്തിന് പിന്നിലെ ആ ഒരു കാരണം അത് യഥാർത്ഥത്തിൽ അനീഷാണ്. അനീഷ് ഒരു സത്യസന്ധനാണെന്ന് നമുക്കറിയാം. അനീഷ് ഒരാളെയും ഒരു കാര്യത്തെയും അത്ര അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ടാസ്കിലാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു ഹോണസ്റ്റി വെച്ച് പുലർത്തുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. സത്യസന്ധതയാണ് അനീഷിന്റെ ഒരു കീ. അപ്പോൾ അത്രയും ആത്മാർത്ഥതയോടെ അനീഷ് ഷാനവാസിനെ ഏറ്റുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഷാനവാസ് പറയുന്ന കാര്യത്തെ ഏറ്റുപിടിക്കുമ്പോൾ ഷാനവാസിന് വേണ്ടി വൗച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആദിലയുടെയും നൂറയുടെയും മനസ്സിലൊരു തോന്നൽ വരും, ഇയാൾ എന്തിനാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഷാനവാസിന്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിലല്ലേ അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. സത്യസന്ധയുടെ നിറകുടമായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്നുള്ളൊരു തോന്നൽ വന്ന് കാണുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഷാനവാസിന്റെ ഭാഗത്തു നിന്ന് ആദ്യം മാറി പ്ലേറ്റ് തിരിച്ച് നെവിന്റെ പക്ഷത്തേക്ക് പോയി വീണ്ടും ഷാനവാസിന്റെ പക്ഷത്തേക്ക് തന്നെ ആദില തിരിച്ചു വന്നത്. നൂറയുടെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം എന്തിനാണ് വെറുതെ നൂറേനെയും കൂടി ഇതിൻ്റെ അകത്ത് വലിച്ചഴിക്കുന്നത്? നൂറ വളരെ ആത്മാർത്ഥമായിട്ട് ഷാനവാസിനോടൊരു ബ്രദർ സിസ്റ്റർ ബോണ്ടിങ് ഉള്ള റാപ്പോ ഉള്ള ഒരു വ്യക്തിയാണ്. അത് ഞാൻ കണ്ടതുമാണ് ഇപ്പൊ കുറച്ചു മുമ്പ് ലൈവിനകത്ത് അതിലൂടെ സംസാരിക്കുന്നത്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നൂറ കേട്ടോ. അതിലേക്കാളിലും ജെന്യുവൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അതുകൊണ്ടായിരിക്കാം ഈ ഒരു അനീഷിന്റെ ഈ ഒരു സ്റ്റാൻഡ് കാരണമായിരിക്കാം തിരിച്ച് ഷാനവാസിലേക്ക് മടങ്ങി ചെന്നത്. പിന്നെ ഷാനവാസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളും എന്നെ ഒറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ഞാൻ മാപ്പ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു എത്തി നിന്നത്. പിന്നെ ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, നിങ്ങൾ തിരിച്ചു വന്ന സ്ഥിതിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ലാലേട്ടന് മുന്നിൽ അങ്ങ് തുറന്ന് പറയാം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട്. ഇപ്പൊ ലൈവ് നടന്നൊരു സംഭാഷണമാണ് കേട്ടോ. നമുക്ക് ആരും ഇല്ലല്ലോ ബേബി, നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് നമ്മൾ മാത്രം മതി. പക്ഷെ നമ്മളെ പെങ്ങന്മാരെ പോലെ കണ്ട ആ ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ ഇട്ട് ടാർഗറ്റ് ചെയ്യുന്നത് പുറത്തുനിന്ന് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആദില കരയുന്നുണ്ട്. നൂറയുടെ അടുത്തിരുന്നിട്ട് ആ ഒരു മേക്കപ്പ് ഏരിയ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. ഇത് ലൈവിനത് ഇപ്പൊ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗിൽറ്റ് ഫീലിംഗ് അതിലേക്ക് ഉണ്ടാവാൻ മാത്രം ഒരു കാരണം ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആയിരിക്കാം. എന്തുകൊണ്ട് അനീഷ് സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ പ്രേക്ഷകർ ഇതിനെ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക, ഔട്ട് വരുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഓവർ തിങ്കിങ് ആണ് ഇത്. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് തന്നെ ഇത് ഓവർ തിങ്ക് ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ്. ഓരോ കാര്യത്തിന്റെയും റിയാക്ഷനും അതിനെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു റിയാക്ഷനും എല്ലാം നമ്മൾ മുന്നിൽ കണ്ട് വേണം ഓരോ കരുക്കളും നീക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കളിക്കേണ്ട ഒരു ഗെയിമിൽ അതിൽ എടുത്ത് ചാടി ഒന്ന് രണ്ട് തീരുമാനങ്ങൾ എടുത്ത് അതിൽ വീഴ്ച വരുത്തി. അത് ഇനി തിരുത്തി മുന്നോട്ട് പോയാൽ അതിലേക്ക് നന്നായിട്ടേ വരുള്ളൂ. അത് ആ കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അത്രയ്ക്ക് നല്ല പ്ലെയർ ആയിരുന്നു. നീ മികച്ച ഗെയിം തന്നെ കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ആദില. ഇതാണ് സംഭവം. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.